അപ്പം നമ്മളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. മറ്റൊരാളെ കുറ്റം പറയുമ്പോഴും മറ്റൊരാളെ അസഭ്യം പറയുമ്പോഴും നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആരാണ്, നമ്മൾ ഈ ലോകത്തിന് വേണ്ടിയിട്ട് അല്ലെ നമ്മുടെ സഹജീവികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതൊന്ന് ചിന്തിക്കണ്ടേ? നമ്മൾ എന്തായിരുന്നു ചിന്തിക്കണം. അനീഷ് ഇപ്പോൾ ഒരാളെ കുറ്റം പറയുന്നു. അനീഷിന്റെ കുറെ ഇന്റർവ്യൂകൾ ഞാൻ ഈ അടുത്ത സമയത്താ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതായത് ഞാൻ അനീഷിനെ ശരിക്കും ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചു. ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ട് ആ പെൺകുട്ടി എഴുന്നേറ്റ് പോകുന്നത്, അത് കഴിഞ്ഞിട്ട് വളരെ സിമ്പിൾ ആയിട്ട്, അതാണ് സൗഹൃദം ശരിക്കും അല്ലെ? നമ്മളെന്നാ ചോദിക്കേണ്ട കാര്യങ്ങളും ചോദിച്ചു, ഞാൻ സിമ്പിൾ ആയിട്ടായിരുന്നത്. അതല്ലേ സൗഹൃദം എന്ന് പറയുന്നത്. അപ്പം ഈ ആത്മസൗഹൃദം നമ്മൾ വളർത്തിയെടുക്കാൻ നോക്കും. ഇപ്പൊ അനീഷിനെ കുറ്റം പറഞ്ഞ എനിക്കൊന്നും കിട്ടത്തില്ല, ഒന്നുമില്ല. എന്നെ അനീഷ് കുറ്റം പറഞ്ഞ അനീഷിനെ ഒന്നും കിട്ടത്തില്ല, എന്നെ 4 പേരോട് അറിയും. ഞാൻ പറയട്ടെ, ഇപ്പം ഈ ആവശ്യമില്ലാത്ത കമന്റുകളും കാര്യങ്ങളും എല്ലാം ഒത്തിരി പേര് അടിച്ചുവിട്ടു. ഇതിന് ശേഷം കുറേയേറെ കോളുകൾ എനിക്ക് തോന്നുന്നു ആരും എന്നെ മോശമായിട്ട് പറഞ്ഞത്. ഇന്നലെ ഒരു വിദ്വാൻ വിളിച്ചിട്ട് എനിക്ക് പറഞ്ഞതായത് ഹിന്ദുവിന്റെ ഏതോ വലിയ വക്താവാണ്, നമ്പരൊക്കെ ഞാൻ വളരെ രസകരമായിട്ടാണ് സേവ് ചെയ്തിട്ടേക്കുന്നത്. എന്താ സേവ് ചെയ്തിരിക്കുന്നത് ഞാൻ പറയാം. അയാൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്ത് നേട്ടം അയാൾക്കുള്ള? അല്ല, ഈ സ്വർണങ്ങളോട് ഭ്രമമുണ്ടോ അതോ? ഞാൻ അതൊരു രസകരമായ ഒരു കഥ പറഞ്ഞു. അതായത് ഇത് വ്യക്തമായിട്ട് ആളിനെ ഉൾപ്പെടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന കള്ളമെന്ന്. അതെ, അത് തീർച്ചയായിട്ടും ആൾ ഉൾപ്പെടെ പറയണമല്ലോ. അതായത് കടയ്ക്കലിന് കിഴക്ക് ചിതറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ നേരെ ഓപ്പോസിറ്റ് അവരെ ഇരട്ടപ്പേര് കുതിരയെന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ ആൾക്കാരറിയും. ഒരു ലേഡിയാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാള്. അവരുടെ വീട്ടിൽ സ്ഥിരം കള്ളം കയറും. ഭയങ്കര കോടീശ്വരിയാണ്. അന്നത്തെ കാലത്ത് മഹീന്ദ്രയുടെ ജീപ്പ് ഓടിച്ചു നടക്കുന്ന ആളാണ്. അന്നേരം ആലോചിച്ച് ചോദിക്കണം എന്തുമാത്രം സാമ്പത്തിക ശേഷിയുള്ള ഒരാളായിരിക്കും ഈ വ്യക്തി എന്ന്. അങ്ങനെ എന്നെ 10 വർഷം മുമ്പുള്ള കഥയാണ്. അങ്ങനെ എന്നെ ഇത് കാണാൻ വരുന്നു. കാണാൻ വന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, അതിൽ എൻ്റെ വീട്ടിൽ കള്ളൻ കയറും, എനിക്ക് ഈ കള്ളനെ പിടിച്ചു തന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു 5 പേരെ മാല കൊണ്ട് തരും. കള്ളനെ പിടിച്ചു തന്നു. അവരെ ബന്ധുക്കാരും സ്വന്തക്കാരും ഒക്കെ എൻ്റെ അടുത്ത് വരുന്നവരുണ്ട്, ഇന്നും തരുന്നുണ്ട്. ഞങ്ങളവിടെ പോയി ഒരു ക്രിയ ചെയ്തു. ഇത് വിശ്വസിക്കത്തിലൊരാള്. അതുകൊണ്ടാണ് ഞാൻ ഈ അറ്റംപുള്ളി അടയാള സഹിതം പറയുന്നത്. അപ്പൊ അവരുടെ വീട്ടിൽ തന്നെയാണ് കർമ്മം നടന്നുകൊണ്ടിരിക്കുന്നത്. ഉറക്കത്തിൽ കിടന്ന കള്ളൻ എഴുന്നേറ്റ് ഒരു വീടിന്റെ പുറകെ വന്നു. അപ്പൊ ഞാനിങ്ങനെ കൈ കാണിച്ചു, പുറകിലുണ്ടെന്ന്. ഭയങ്കര സൈസാ ആള്. അവരൊരു വലിയൊരു ടോർച്ചും ഒക്കെ എടുത്ത് ചാടി. ആ സമയത്ത് തന്നെ കടക്ക സ്റ്റേഷനിൽ ഇത് പോലീസ് ജീപ്പ് നൈറ്റ് പെട്രോളിംഗ് നിന്ന് വന്ന വണ്ടിയുടെ ഫ്രണ്ടിൽ ഈ കള്ളൻ ചാടി കള്ളനെ ഓടിച്ചിട്ട് പിടിച്ചു. പിറ്റേന്ന് താത്ത എനിക്ക് 5 പേരുടെ ഒരു മാല കൊണ്ട് തന്നു. വെറുതെ തള്ളാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞ, അത് ആളിനെ സഹിതം പറയുന്നുണ്ട്. ഒരാൾക്ക് അന്വേഷിക്കണമെങ്കിൽ ആ സ്ഥലത്ത് അന്വേഷിക്കുമ്പോൾ അറിയാലോ. പണ്ട് ഇതുപോലെ ഒരാൾ വന്നോടുന്ന് കർമ്മം ചെയ്ത് കള്ളനെ പിടിച്ചത് ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പൊ കർമ്മം ചെയ്ത് നമ്മള് കള്ളനെ വരെ പിടിക്കും, നമ്മള് വന്ന് പിടിച്ചിട്ടുണ്ട്. ഇന്നും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗ്യമായിട്ട് നമുക്ക് കരുതാം. ആദ്യമായിട്ട് എന്റെ ശരീരത്ത് ഒരു സ്വർണ്ണാഭരണം വരുന്നത് അവര് കൊണ്ടുതരുന്നേ. ഇന്ന് സ്മരണയോട് കൂടിയാ ഞാൻ. അതിപ്പോഴും ഉണ്ടോ? ഉണ്ട്, കയ്യിലുണ്ട്. ഇതൊക്കെ എല്ലാം ഗിഫ്റ്റുകളാണെന്ന് മനസ്സിലായി. കാര്യം അതല്ലെങ്കിൽ ഊരി വെക്കുമല്ലോ. നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് നമ്മൾ ഇൻകം ടാക്സുകാരെ മേടിച്ച് ഊരി വെക്കുക. അത് ഗിഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇട്ടോണ്ട് കിടക്കാം ധൈര്യമായിട്ട്. നമുക്ക് വെക്കാലോ. അതുപോലെ എൻ്റെ വളർച്ചയുടെ 1ാം ഘടകം, അതും ഇതുപോലെ ഒരു ആളെന്നെ കാണാമെന്ന് കിടക്കുന്നു. അവർക്ക് കട്ടക്കമ്പനിയുള്ള ആളാണ്, സീജ ബ്രിക്സിന്റെ ഓണർ. അപ്പോൾ അദ്ദേഹം വന്നു. അവർക്കൊക്കെ ഇവിടെ വന്ന് എന്നെ കാണുന്ന ബുദ്ധിമുട്ടുണ്ട്. അവർ പറഞ്ഞു അവിടെ ഒരു ജ്യോതിഷാലയം ഞങ്ങൾ ഇട്ട് തരാം. അങ്ങനെ എന്നെ വിസത്താത്ത 5000 രൂപ ആളിനെ സഹിതം പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? പിന്നല്ലേ പ്രയാൾ വന്നിട്ട് ചാനലിൽ വന്നിട്ട് തള്ളിയാണ് അല്ലേ? നബീസത്ത് താത്ത 5000 രൂപ കൊടുത്ത് അവിടെ ഒരു കട എടുത്ത് അതിനകത്ത് ഫർണിച്ചർ മൊത്തം ചെയ്ത് ഇതുപോലൊരു ക്യാബിൻ, ആ ഓർമ്മയ്ക്ക് തന്നെ ഈ ക്യാബിൻ ചെയ്തേക്കുന്നത്. ഇങ്ങനെ തന്നെ ആയിരുന്നു ആ ക്യാബിൻ. അത് കയറുന്ന ഇതിലേക്കൂടെ ഇങ്ങനെ ഫുള്ള് ക്യാബിൻ ചെയ്തു. അന്നത്തെ കാലത്ത്, അന്ന് എന്നെ കാണാൻ വന്നിട്ടുള്ളവർക്കറിയാം, ഈ ചാനൽ കാണുന്ന പലരും കാണുമല്ലോ, അന്നത്തെ കാലത്ത് AC റൂമുള്ള ജ്യോത്സ്യന്മാരില്ല. ഈ 10-20 വർഷത്തിന് മുമ്പ് സാംസങ്ങിന്റെ ഒരു വിൻഡോ AC സഹിതം ഫിറ്റ് ചെയ്ത് എന്നെ അവിടെ കൊണ്ടുവന്ന അവർ. സാംസങ്ങിന്റെ അല്ലേ? സാംസങ്ങിന്റെ. നമ്മൾ ഇവിടെ നടക്കുന്ന ഫാൻ്റെ കീഴില്ല, അവിടെ ഓഫീസ് AC-ക്കകത്തായിരിക്കുന്നത്. അപ്പം ആ ഒരു സൗഹൃദം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നന്മയിലൂടെ ഉണ്ടാക്കിയത് അല്ലെ? അദ്ദേഹത്തിന്റെ സഹോദരനാണ് എനിക്ക് റാഡോ വാച്ച് കൊണ്ടുതന്നത്. അപ്പൊ ആ കുടുംബവും നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ഇന്നും ആ ബന്ധം അതേപോലെ കാത്തു സൂക്ഷിച്ചു വന്നിട്ട് ഈ ഇടയ്ക്ക് ഞങ്ങളവിടെ പോയി എല്ലാ വർഷവും ഞങ്ങളവിടെ പോകാറുണ്ട്. വർഷത്തിൽ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. ആ ബന്ധം എന്താ? ഞാൻ ഒരു കാര്യം താങ്കളുടെ വിലയേറെ സമയം കളയുന്നില്ല, കാര്യം ഇനിയും വരാനുണ്ട്.
ഒരു ചോദ്യം കൊണ്ട് എനിക്ക് ചോദിക്കാറുണ്ട്. കാര്യം ഈ സിനിമാ താരങ്ങളെല്ലാവരും ജ്യോത്സ്യന്മാരെ കാണാൻ പോകാറുണ്ട്. അവർ പ്രവചനങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കാറുണ്ട്. കാര്യം അത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമാ താരങ്ങൾ എത്ര പേര് താങ്കളെ കാണാൻ വന്നിട്ടുണ്ട്? ഒരുപാട് പേര്. ഇപ്പൊ നിലവിൽ നിൽക്കുന്ന പേര് പറയാൻ പറ്റുന്ന പേര് പറയാത്ത വേറൊന്നുണ്ടല്ലോ. നമുക്ക് ഈ ആത്മസൗഹൃദങ്ങളുണ്ട് ഒരുപാട് പേര്. അതെ, അവരുടേതായ പേഴ്സണൽ പല കാര്യത്തിൽ. ഇപ്പൊ ഞാനിത് പറയാൻ ഈ മറ്റേ പേരെടുത്ത് പറയാൻ കാരണം വ്യക്തിപരമായ ഒരു അറിവിലേക്കാണ്. അതെ 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 തീർച്ചയായിട്ടും. ഞാൻ തെളിയതാ, അല്ലെങ്കിൽ അവരങ്ങനെ സംഭവം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവർ മാല കൊടുത്തിട്ടില്ല എന്നൊന്നും ഒരാൾ പറയാൻ പാടില്ല. അതുകൊണ്ട് പറഞ്ഞു ഇത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, നമുക്ക് അവരോടുള്ള അടുപ്പം അവരും നമ്മളുമായിട്ട് ഇപ്പോഴും നമ്മുടെ മിനി ഈ സ്ക്രീനിൽ, അതായത് ഇപ്പൊ ബിഗ് സ്ക്രീനിൽ ഇപ്പം നിലവിൽ ഇപ്പോഴും അവരൊക്കെ ഉണ്ടോ? ഒരുപാട് താരങ്ങളുണ്ട് ഇപ്പോഴും മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നത്. മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു പേരെടുത്ത് പറയാൻ ഒരു സംവിധായകന്റെയോ ഒരു സിനിമാ താരത്തിന്റെയോ പേരെടുത്ത് പറയാൻ നമ്മൾ ആഗ്രഹിക്കും. ശരി, പേര് വേണ്ട. പ്രവചിച്ചിട്ട് രക്ഷപ്പെട്ട ഏതെങ്കിലും നടന്മാരും നടിമാരുണ്ടോ? ഉണ്ട്, 100%. എത്ര പേരുണ്ട്? അത് ഒരാളെ ഞാൻ വ്യക്തത എടുത്ത് പറയാം. അദ്ദേഹം ഒരിക്കലും പറയത്തില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഉണ്ടോ പക്രു ചേട്ടൻ? ഒരാളെ കാര്യം മാത്രം. ഇവിടെ വന്നിട്ടുണ്ടോ അദ്ദേഹം? പറയട്ടെ, മൊത്തം കേട്ടോ. അദ്ദേഹത്തിന് എടുത്ത് ചോദിച്ചാൽ മതി. ഞാനും അദ്ദേഹമായിട്ടുള്ള അടുപ്പാണ്. ഡോക്ടർമാർ വരെ അദ്ദേഹത്തിനെ ഒഴിഞ്ഞ ഒരു കേസിൽ, അതായത് അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ് പുള്ളിക്ക് കണ്ടലിനൊരു പ്രശ്നമായി കിടക്കുന്ന സമയത്താണ് എന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, വലിയൊരു നടൻ, എന്നെ വിളിക്കുന്നത്. ഇങ്ങനൊരു സംഭവമാണ്, പുള്ളിയുടെ ഇന്ന കാര്യങ്ങൾ ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ സന്തോഷമായിട്ട് എൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ ചെയ്തു. ഇന്നും അദ്ദേഹത്തിൻ്റെ കരുത്തെ ഞാൻ ചെയ്തു കൊടുത്ത സമയത്ത് കിടക്കുന്നത്. അത് അദ്ദേഹം എവിടെയും കാണിക്കുകയും ചെയ്യും, പറയുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരാളിനെ എനിക്ക് പറയാമല്ലോ. തീർച്ചയായിട്ടും. അദ്ദേഹം ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? മിക്കവാറും എന്ത് കാര്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാറുണ്ട്. ഏത് കാര്യമായാലും ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാറുണ്ട്. അത് ചില വ്യക്തിബന്ധങ്ങളാണ് അല്ലേ? അല്ല, പുള്ളിയും പറയുന്നുണ്ട്, കുഴപ്പമില്ല. പുള്ളി പറയുന്നുണ്ടല്ലോ, താങ്കളുടെ കാര്യം പറയുന്നുണ്ടല്ലോ. എന്നെ പറ്റി ചോദിച്ചാൽ പുള്ളി മോശമായിട്ടൊന്നും പറഞ്ഞത് അതെനിക്ക് വിശ്വാസം. അപ്പൊ ആ പുള്ളി വഴി സംവിധായകന്മാർ, എടുത്തു പറയത്തക്ക സംവിധായകന്മാർ എത്രയോ പേരുണ്ട്. അപ്പം എല്ലാവരുടെയും കാര്യങ്ങളൊന്നും നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. അപ്പം ഒരാളെ അവഹേളിക്കുന്ന തരത്തിൽ നമുക്ക് പറയാനൊക്കത്തില്ല. ഇപ്പൊ അനുഭവത്തിന്റെ വിളിച്ചതിൽ ഓരോന്നും പറയാം. എത്രയോ ഡോക്ടർമാർ, എത്രയോ വലിയ വലിയ മന്ത്രിതലങ്ങളിൽ ഇരിക്കുന്നവർ, MP തലങ്ങളിൽ ഇരിക്കുന്നവർ, അങ്ങനെയുള്ള എത്രയോ ആൾക്കാർ വന്നിട്ടുണ്ടല്ലേ? വരും. രാഷ്ട്രീയക്കാർ വന്നിട്ടുണ്ടോ? വിളിച്ചു പാത്തും വരുന്ന രാഷ്ട്രീയക്കാർ കാണും. അങ്ങനെ വിളിച്ചും പാത്തും വരുന്ന ഇവിടെ എത്രയോ പേര് വരുന്ന ഒരു ദിവസം അവരെല്ലാം കാണത്തില്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ അത് നാണക്കേടാന്ന് വിചാരിച്ചിരിക്കുന്ന കുറെ ആൾക്കാർ ഇല്ല. പിന്നെ അതുപോലെ ഈ 2025 ബിഗ് ബോസിലേക്ക് കൊട്ടാരക്കരയിൽ ആരെങ്കിലും പോകാൻ ചാൻസ് ഉണ്ടോ? ഒരാള് ട്രൈ ചെയ്യുന്നുണ്ട്. ചാൻസ് ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞാൽ മതി. തന്ത്രിയുടെ മുമ്പ് ഇരിപ്പുണ്ട് ആള്. വിളി വന്നാ പോവും ബിഗ് ബോസിലേക്ക്? എവിടെ വന്നാലും പോകും. പോയി ചെയ്യും. അവിടെ പോയി പ്രവചനം നടത്തി എല്ലാരും പുറത്താക്കുമോ? അങ്ങനൊന്നുമില്ല.